ഡിയർ മക്കളെ SSLC ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ് മക്കളെ. അപ്പോൾ 2024, അതായത് ഈ വർഷത്തെ 2024 ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. സോ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഉടനെ തന്നെ ടൈം ടേബിൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് 9-ാം തീയതി തുടങ്ങുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ 9-ാം തീയതി +1 +2 കുട്ടികളുടെ എക്സാമാണ് തുടങ്ങുന്നത്. നിങ്ങളുടെ എക്സാം തുടങ്ങുന്നത് 11-ാം തീയതിയാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ബുധനാഴ്ചയാണ് നിങ്ങളുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം ടേബിൾ ഒന്ന് വ്യക്തമായിട്ട് നമുക്ക് നോക്കാം മക്കളെ. 11-12 മക്കളെ ശ്രദ്ധിക്കണം. 11-12-ാം തീയതി ബുധനാഴ്ച തുടങ്ങുന്ന എക്സാം തന്നെ മാത്സ് ആണ്. മാത്സിൻ്റെ എക്സാമാണ് മക്കളെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇനി പഠിക്കാൻ ധാരാളം സമയമുണ്ട്. മാത്സ് പഠിച്ച് ആദ്യം തന്നെ തീർത്ത് വെക്കുക. ഓക്കെ, ഞാൻ പഠിപ്പിക്കുന്നത് മാത്സ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. സോ അറിയാമേത്ത കുട്ടികൾക്ക് വേണ്ടി അറിയണം മക്കളെ, ഞാൻ മാത്സ് ആണ് പഠിപ്പിക്കുന്നത്. സോ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ വരും ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്യും. സോ നിങ്ങൾക്ക് ക്ലാസ് വേണം അല്ലെങ്കിൽ മാത്സ് എന്നിട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുള്ള കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ കൂടെയും കൂടുക മക്കളെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെയും കൂടുക കേട്ടോ. അപ്പോൾ ഞാൻ പ്രീവിയസ് ഇയർ ക്രിസ്മസ് എക്സാമിൻ്റെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി ഫസ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടൊക്കെ ആയിട്ട് ഇനി ഓരോ ദിവസങ്ങളും വന്നുകൊണ്ടിരിക്കും. അതുകൂടാതെ മാത്സിൻ്റെ പ്രധാനപ്പെട്ട പോർഷൻസ് ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ മാത്സ് നല്ല കിടിലിനായിട്ട് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തരും കേട്ടോ മക്കളെ. അപ്പോൾ നമ്മുടെ കൂടെയും കൂടിയേക്കുക. ഓക്കെ, 12-ാം തീയതി തൊട്ടടുത്ത ദിവസം മക്കളെ. ചില ദിവസങ്ങളിൽ 2 ദിവസം എക്സാമുകളുണ്ട്. രാവിലെയും 2 ദിവസമല്ല, 2 നേരം എക്സാമുകളുണ്ട്. രാവിലെയും ഉച്ച കഴിഞ്ഞുമുണ്ട്. അത് ഏതൊക്കെ ദിവസമാണെന്ന് ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അന്ന് രാവിലെയാണ് 10 തൊട്ട് 12:45 വരെയാണ് മാത്സിൻ്റെ എക്സാം. പിന്നെ 12-ാം തീയതി തൊട്ടടുത്ത ദിവസം രാവിലെ ഇംഗ്ലീഷ്. അപ്പം 11-ാം തീയതിയും 12-ാം തീയതിയും നിങ്ങൾക്ക് രാവിലെ ഒരു എക്സാം മാത്രമേ ഉള്ളൂ. ഉച്ചയ്ക്ക് നിങ്ങൾക്ക് വീട്ടിൽ പോകാം. 13-ാം തീയതി മക്കളെ, 13-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 10 തൊട്ട് 11:45 വരെ നിങ്ങൾക്ക് മലയാളം ഫസ്റ്റും. അന്ന് തന്നെ ഉച്ചയ്ക്ക് 2 മണിയായിട്ട്, അന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് 2 മണിക്കാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അന്ന് ഉച്ചയ്ക്ക് 2 മണിയായിട്ട് 3:45 വരെ മലയാളം സെക്കൻഡുമാണ് എക്സാം. ഓക്കെ, അന്നും അതിൻ്റെ അടുത്ത ദിവസവും ഫ്രൈഡേ ആണ് നമുക്ക് 2 എക്സാം ഉള്ളത്. ശ്രദ്ധിച്ചോണം, ഫ്രൈഡേ അതായത് 13-ാം തീയതി. പിന്നെ നിങ്ങൾക്ക് തിങ്കളാഴ്ചയാണ് എക്സാം ഉള്ളത്, 16-ാം തീയതി. അന്നും നിങ്ങൾക്ക് 2 എക്സാം ഉണ്ട്. അപ്പോൾ വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയാണ് മക്കളെ നിങ്ങൾക്ക് 2 എക്സാമുകളുള്ളത്. തിങ്കളാഴ്ച നിങ്ങൾക്ക് രാവിലെ 10 തൊട്ട് 11:45 വരെ ഹിന്ദിയും, ഉച്ചയ്ക്ക് 1:30 തൊട്ട്, കാരണം അന്ന് തിങ്കളാഴ്ചയാണ്, സോ നോ പ്രോബ്ലം. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1:30 തൊട്ട് 3:15 വരെ ബയോളജിയാണ്. അപ്പോൾ അതാണ് ഒരു ചെറിയൊരു പ്രശ്നം. ഹിന്ദിയും ബയോളജിയും കൂടെ ഒരു ദിവസം വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്കറിയാം ബയോളജി എത്രത്തോളം പഠിക്കാനുണ്ടെന്നും ഹിന്ദി കുറച്ച് കുട്ടികൾക്ക് ടഫാണ്. സോ ഇത് 2 പഠിക്കാനുള്ള സമയം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് ഇപ്പോഴേ സെറ്റാക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്കെല്ലാം ഓരോ ദിവസങ്ങളിലേ ഉള്ളൂ. 17-ാം തീയതി ചൊവ്വാഴ്ച, പിന്നെ ചൊവ്വ ബുധൻ വ്യാഴം അടുപ്പിച്ചാണ്. തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ഓരോ ദിവസം അടുപ്പിച്ച് തന്നെയാണ്, ഗ്യാപ്പ് ഒന്നുമില്ല കേട്ടോ. 17-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 10 തൊട്ട് 11:45 വരെ ഫിസിക്സ്. 18-ാം തീയതി ബുധനാഴ്ച രാവിലെ 10 തൊട്ട് 11:45 വരെ കെമിസ്ട്രി. ലാസ്റ്റ് എക്സാം 19-ാം തീയതി വ്യാഴാഴ്ച രാവിലെ 10 തൊട്ട് 12:45 വരെ സോഷ്യൽ സയൻസ്. സോ അന്നത്തോടുകൂടി നിങ്ങളുടെ സ്കൂള് ക്ലോസ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് 30-ാം തീയതി, ഏകദേശം 30-ാം തീയതിയാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഡിസംബറിൽ തന്നെ നിങ്ങളുടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഇതുവരെ അറിയാൻ കഴിഞ്ഞൊരു വിവരം. സാധാരണ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സ്കൂളിൽ വരുന്നത്. പക്ഷേ ഇത്തവണ 30-ാം തീയതി എന്നൊരു വിവരം ഇങ്ങനെ കിട്ടുകയുണ്ടായി. എന്തെങ്കിലും അതിനെപ്പറ്റി ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സാം, SSLC എക്സാമിൻ്റെ ടൈം ടേബിൾ. മക്കളെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ നിങ്ങൾ, ഞാൻ മാറി നിൽക്കാം. ഓക്കെ, ഇത് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ എക്സാം. നിങ്ങൾ പ്ലാൻ ചെയ്യുക മക്കളെ. ഇന്നിപ്പോൾ 27-ാം തീയതിയായി. ഇനി നമുക്ക് നമ്മുടെ മുന്നിൽ ഏകദേശം ഒരു 10-12 ദിവസത്തോളം ഉണ്ട്. ഇപ്പോഴേ പ്ലാൻ ചെയ്യാം. നിങ്ങൾ പറയും അയ്യോ എല്ലാം അടുപ്പിച്ചാണല്ലോ, ഗ്യാപ്പ് ഇല്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കില്ല. കാരണം ഇപ്പം നമുക്ക് ധാരാളം സമയമുണ്ട്. എക്സാമിന് മുന്നേ ഒരു 10-12 ദിവസം ഇപ്പം നിങ്ങൾക്ക് സമയമുണ്ട്. പഠിച്ച് സെറ്റാക്കി മാറ്റി വയ്ക്കുക മക്കളെ. മാത്സ് നല്ല അടിപൊളിയായിട്ട് മാത്സിൻ്റെ ക്ലാസ്സുകൾ വേണമെന്ന് ആഗ്രഹമുള്ള കുട്ടികളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണ് ഏറ്റവും ടഫ് എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ മാത്സ് ആണ് ഞാൻ എടുക്കുന്നത്. മാത്സിൻ്റെ അധ്യാപകനാണ് ഞാൻ. അപ്പോൾ മാത്സ് നല്ല കിടിലിനായിട്ട് പഠിപ്പിച്ച് സെറ്റാക്കി തരാം മക്കളെ. അപ്പോൾ നമ്മുടെ കൂടെയും കൂടിയേക്കാം മക്കളെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം മക്കളെ. അതുവരേക്കും ബൈ.